വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വ്ളോഗ് ഒരു ഔട്ടിംഗ് ഡേ വ്ളോഗാണ്. അപ്പം ഞങ്ങൾ ഔട്ടിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ജയനഗറാണ്. ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഭയങ്കര ചീപ്പ് റേറ്റിലാണ് കുറേ സാധനങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാം കാണിച്ചു തരാം. അപ്പോൾ അവിടെ ചെയ്യാം. ഹേ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഒലയായിരുന്നു ബുക്ക് ചെയ്തത്. അതായത് ഒലയിൽ പല ഓപ്ഷൻസും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയുടെ ഓപ്ഷനാണ് എടുത്തത്. അതിനാകുമ്പോൾ റേറ്റ് കുറവാണ്. പിന്നെ ഞങ്ങൾ 4 പേരും ഉണ്ട്. എക്സ്ട്രാ ചാർജൊക്കെ അടിക്കും, പക്ഷേ സീനില്ല. അങ്ങനെ ഞങ്ങൾ പോയി ഒരു 45 മിനിറ്റ്സ് ഉണ്ട് ദൂരം ഞങ്ങളുടെ സ്ഥലത്തുനിന്ന്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഉറങ്ങി വായി നോക്കി ഇങ്ങനെ അങ്ങോട്ട് പോയി. അറ്റ് ലാസ്റ്റ് ഞങ്ങൾ എത്തി ഗൈസ്. അങ്ങനെ ഇതാണ് ജയനഗർ. അപ്പോൾ ഇത് റോഡ് ഭാഗമാണ്. ഇതല്ല കേട്ടോ, കുറച്ച് ഫ്രണ്ടിലോട്ടാണ്. അപ്പം സ്റ്റാർട്ടിങ്ങിൽ ചെന്ന് കയറിയപ്പം ഈ ഓർണമെൻറ്റ്സ് ഒക്കെ ആയിരുന്നു ഗൈസ്. അതിന് ശേഷം ഇത് ഫുള്ള് ജയനഗർ. അങ്ങോട്ട് കിടക്കുക ഗൈസ്. എവിടെ പോയാലും നമുക്ക് കിട്ടും. ഫുൾ മാർക്കറ്റാണ്. ഫുള്ള് മാർക്കറ്റ് എന്ന് വെച്ചാൽ ഫുള്ള് മാർക്കറ്റ്. നമുക്ക് പറയാനേ പറ്റത്തില്ല. കാരണം എല്ലാ ഇടവഴികളിലും എന്തെങ്കിലുമൊക്കെ സാധനം കാണും. ഹേ ഗൈസ്, അപ്പോൾ ഇത് ബുഷിൻ്റെ സെക്ഷനാണ്. അപ്പോൾ ഇത് ഏതെടുത്താലും 10 രൂപ മാത്രമാണ്. ഇപ്പോൾ ഇതിലൊരു എന്തെടുത്താലും ക്ലിപ്സ് ആയാലും സ്ലൈഡ്, ഇത് പൊട്ട്, എന്തെടുത്താലും 10 രൂപ. കരി എല്ലാം ഉണ്ട്, കാജൽ ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പോൾ എന്തെടുത്താലും 10 രൂപ മാത്രമേ ഉള്ളൂ ഗൈസ്. അങ്ങോട്ടൊക്കെ ഇത് കണ്ടോ, ഫുള്ള് ക്ലിപ്പ് പലതരമുണ്ട്. എല്ലാം 10 രൂപയുള്ളൂ ഗൈസ്. ഗൈസ്, ഇതിനൊക്കെ വെറും 250-300 ഒക്കെ ഉള്ളൂ. എല്ലാ കുർത്താസും ഉണ്ട്, പല ടൈപ്പ് കുർത്താസ്. പിന്നെ ഇത് ഫുൾ അങ്ങോട്ട് ഡ്രസ്സിൻ്റെ സെക്ഷനായിരുന്നു ഗൈസ്. ഇത് ഇയറിങ്സിൻ്റെ സെക്ഷനായിരുന്നു ഗൈസ്. പല ടൈപ്സ് ഇയറിങ്സ് ഉണ്ട്. കണ്ടാലും നമുക്ക് എല്ലാം വരെ എടുത്തുകൊണ്ട് പോകാൻ തോന്നും. പക്ഷേ നല്ല വില കുറവാണ്, സെറ്റാണ്. പിന്നെ അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഇതിനകത്തോട്ട് വന്നു. പലയിടത്തും പല രീതിയിലാണ്. അങ്ങനെ ഞങ്ങൾ വെറുതെ ഒരു കുർത്ത വെച്ച് നോക്കിയപ്പോൾ ഇതിനൊരു 350 ആയിരുന്നു ഗൈസ്. പിന്നെ ഞങ്ങൾ ബ്ലൗസ് സെക്ഷനിലോട്ട് പോയായിരുന്നു. കുറച്ച് ബ്ലൗസൊക്കെ നോക്കി. കാരണം ബ്ലൗസാണ് ഞങ്ങൾക്ക് മെയിനായിട്ട് മേടിക്കാനുള്ള പ്രോഗ്രാമായിരുന്നു. അപ്പോൾ എനിക്ക് ബ്ലൗസ് ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ ഒന്നും സെറ്റായി ഉണ്ട്. ബട്ട് എന്തോ എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല ഗൈസ്. ഇതിനൊക്കെ ഒരു 400 സംതിങ് ഉള്ളൂ. 350-400 റെഡിമെയ്ഡ് ബ്ലൗസിന്. പിന്നെ അതിനുശേഷം ഞങ്ങൾ ബ്ലൗസിന് തിരച്ചിലായിരുന്നു ഗൈസ്. അങ്ങനെ പോയപ്പോൾ ഇതെല്ലാം നോക്കിയപ്പോൾ ഫുൾ ഡ്രസ്സസ് ആയിരുന്നു. അങ്ങനെ ഇതാ ബ്ലൗസ് കടയെന്ന് ചോദിച്ച് പോവാണ് ഗൈസ്. ഗൈസ്, അറ്റ് ലാസ്റ്റ് ബ്ലൗസ് കടയിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഇത് പല വെറൈറ്റി ബ്ലൗസസ് ഉണ്ട്. അക്കോബയുടെ ആയാലും പല മെറ്റീരിയൽസ് ബ്ലൗസസ് ഇവിടെ അവൈലബിൾ ആണ്. ഇതിന് ഈ ഒരു ബ്ലൗസിന് പക്ഷേ ഇച്ചിരി റേറ്റ് കൂടുതലാണ്. അക്കോബയുടെ ആയതുകൊണ്ട് തന്നെ അതിനൊരു 1000 സംതിങ് ആണ് അവർ പറഞ്ഞത്. പക്ഷേ ബാർഗെയിൻ ചെയ്താൽ നമുക്കൊരു 700-800 കിട്ടും ഇവിടെ. അപ്പോൾ ഗൈസ്, പല ടൈപ്സ് ബ്ലൗസസ് ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഇതങ്ങ് ഇഷ്ടപ്പെട്ടു ഗൈസ്. എൻ്റെ ഒരു മെറൂൺ കളർ സാരി ആയിരുന്നു, സാറ്റിൻ സിൽക്കിൻ്റെ. അപ്പം ബ്ലാക്കും ഓഫ് വൈറ്റൊക്കെ പെയറായെന്ന് വിചാരിച്ചു ഞങ്ങൾ നോക്കി. ഫൈനലി ഈ ബ്ലാക്ക് ബ്ലൗസാണ് എടുത്തത് ഗൈസ്. പിന്നെ ഡാൻസും കൂടെ ആയതുകൊണ്ട് കുറച്ച് തിളങ്ങി നിൽക്കട്ടെ എന്നും പറഞ്ഞ് ബാർഗെയിനൊക്കെ ചെയ്തൊരു 400 സംതിങ്ങിന് എടുത്തു ഗൈസ്. ഗൈസ്, ഇത് ബാഗ്സിൻ്റെ സെക്ഷനായിരുന്നു. മറ്റേ ടൊട്ടി ബാഗില്ലേ, ആ ബാഗിൻ്റെ സെക്ഷനായിരുന്നു. പക്ഷെ 200 സംതിങ്ങിനൊക്കെ ഉണ്ട് സ്റ്റാർട്ടിങ്. അതായിരുന്നു. പക്ഷെ 100 സംതിങ്ങിനും കിട്ടാറില്ല ഇത്.
ബട്ട് ഇവിടെ 200 സംതിങ്ങിനായിരുന്നു. പക്ഷെ ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. പല കളക്ഷനുണ്ട് അവിടെ, നല്ല നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ വേണ്ടെന്ന് വെച്ച് ഇറങ്ങി ഗൈസ്. പിന്നെ ഇറങ്ങിയ ശേഷം വീണ്ടും മുക്കിന് കോർണറിൽ ഫുള്ള് ഡ്രസ്സിൻ്റെ കടകളാണ്. ഡ്രസ്സിനൊരു ക്ഷാമം എന്ന് പറഞ്ഞ സാധനമില്ല, കാരണം മൊത്തം തുണി കടകളാണ്. ഇതൊക്കെ ടീഷർട്ട്സാണ് ഗൈസ്. ഒരു 200-ന് 3 അങ്ങനെയൊക്കെയാണ്. പിന്നെ വീണ്ടും ഞങ്ങൾ നടന്ന് ഫുള്ള് ക്ലോത്തിൻ്റെ സെക്ഷൻ തന്നെ. ഇത് ഫുള്ളൊരു 10 രൂപയുടെ ഐറ്റംസാണ് ഗൈസ്. എന്തെടുത്താലും 10-20 രൂപയൊക്കെ കാണത്തുള്ളൂ. ഇവിടെ ഫുൾ ചെരുപ്പിൻ്റെ സെക്ഷൻസാണ്. ഷൂസ് അല്ലെങ്കിൽ ഹീൽസ്, പാർട്ടി വെയർ സാൻഡിൽസ് എല്ലാം അവൈലബിൾ ആയിരിക്കും. ചീപ്പ് റേറ്റിന് ഫുൾ 200 അല്ലെങ്കിൽ 300-നകത്ത് എല്ലാം കിട്ടും ഇവിടെ. ഇത് ഫുള്ള് പെർഫ്യൂംസിൻ്റെ ഷോപ്പായിരുന്നു. പക്ഷേ ഇത് സ്ട്രീറ്റിൽ ഉൾപ്പെടുന്നതല്ല, അതുകൊണ്ട് നല്ല റേറ്റുള്ള സാധനങ്ങൾ. പിന്നെ വെറുതെ നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് ഗൈസ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഇത്ര ഉള്ളതെന്നുള്ള ഷോപ്പിംഗ്. പിന്നെ ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് നേരെ ഹോസ്റ്റലിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ് ഇതൊക്കെ കണ്ടത് ജയനഗറിലാണ്. ഇത് ബാംഗ്ലൂരിലാണ് ഉള്ളത്. ബാംഗ്ലൂരിൽ കുറേ സ്ട്രീറ്റ്സ് ഉണ്ട്. ഇത് കണക്ക് ജയനഗർ, ശിവാജി നഗർ, പിന്നെ ഏതാ പറയുക, പിന്നെ ചിക്പേട്ട്, കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്, അങ്ങനെ കുറേ സ്ട്രീറ്റ്സ് ഉണ്ട്. അപ്പോൾ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ചീപ്പ് റേറ്റിനാണ് കിട്ടുക. 100 rupees-ന് 50, 60 അങ്ങനെയൊക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. ബൈ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.